3 മാസക്കാലം ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ എഴുതി കാണിച്ചുകൊണ്ട് ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. സംസാരിക്കാൻ കഴിയാതെ ശബ്ദം പൂർണ്ണമായി അടഞ്ഞുപോയ കാലം. ചില സംഘാടകരുടെയൊക്കെ തനി സ്വഭാവം തിരിച്ചറിഞ്ഞ കാലം. പ്രസംഗത്തിന് വേണ്ടി മാത്രം വിളിച്ച് സോപ്പിടുന്ന കുറേ ആളുകളുണ്ട് നമുക്കൊക്കെ. അത് കഴിഞ്ഞാൽ അയാൾ ഉടന്നു പോയി, കാട്ടൂരിന്ന് പോയി, അങ്ങ് നാടെത്തിയോ ഇല്ലേ, പിറ്റുന്നൊരു കോള്. ഇങ്ങോട്ട് വരുമ്പോൾ 100 വട്ടം വിളിക്കും. എവിടെ എത്തി? ഓയൂരെത്തിയോ, ആയൂരെത്തിയോ, അഞ്ചലെത്തിയോ, ഇപ്പുറത്തെത്തിയോ ഒക്കെ ചോദിക്കും. പ്രസംഗം കഴിഞ്ഞ് പോയാൽ അയാൾ പോയാലെന്താ, പാണ്ടിലോറിയുടെ അടിയിൽ കയറിയാലെന്താ, നാട്ടിലെത്തിയാലെന്താ, എണ്ണ അടിച്ചാലെന്താ, ഒന്നുമില്ല. ഒരുപാട് പേരുണ്ട് അങ്ങനെ, ഒരുപാട് പേരുണ്ട്. പേര് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു തരാൻ പറ്റുന്ന ഒത്തിരി പേരെ എനിക്ക് നല്ലോണം അറിയാം. കാരണം ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായി. അന്ന് കുറെ ആളുകളെ ഞാൻ തിരിച്ചറിഞ്ഞു. ശബ്ദമുണ്ടോ എന്ന് ചോദിക്കാൻ, ഇല്ലെങ്കിൽ ഒരു സ്ഥാനം ഒന്ന് പോയി കാണാം. നമുക്കൊക്കെ ഒരുപാട് കൊല്ലം 3, 4, 5 വർഷം ചേർത്ത് വാത് പറയാൻ പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, ആ സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. പ്രസംഗിക്കാൻ പോയവരില്ലാതെ പോയാലും, നിങ്ങളെ കൂട്ടുകാർ നിങ്ങളെ വിളിച്ചില്ലെങ്കിലും, എന്തായാലും അവസാന ശ്വാസം വരെ ഞാൻ കൂടെ ഉണ്ടാവും. ഈ ഒരു വാക്ക് തരുന്ന ധൈര്യം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഈ ഒരു വാക്ക് തരുന്ന ധൈര്യം ചെറുതൊന്നുമല്ല. യൂസുഫ് അലി സാഹിബിൻ്റെ ദുബായിലെ വീട്ടിലും എറണാകുളത്തെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് ചോദിക്കും, ഇവിടെ ആരൊക്കെയാണുള്ളത്? ഇവിടെ സാറും വൈഫുമാണ്. ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലത്തും മുമ്പോഴും കൊണ്ടുപോകും, എല്ലാ സ്ഥലത്തും മുമ്പോഴും കൊണ്ടുപോകും. വൈഫിനെ ഒഴിവാക്കി പോയ യാത്ര വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്നാണ്. എത്ര ബിസിനസ് ലോകം മുഴുവനും നടത്തിയാലും ഭാര്യ അയാളെ തൊട്ട് പിണങ്ങി സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അയാൾക്കിനി എത്ര സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ അയാൾക്കൊരു സമാധാനം വല്ലാഹി ഉണ്ടാവൂല. അത് 100 വട്ടം ഉറപ്പാണ്. അതുകൊണ്ടല്ലേ പട്ടിണിയിൽ, സങ്കടത്തിൽ, പ്രയാസത്തിൽ എപ്പോഴും ചേർത്ത് നിർത്തിയത്. ലോകത്തിനെന്ന മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറയുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ സമയത്ത് പോലും എന്നോട് പറഞ്ഞ വർത്താനം എനിക്ക് മറക്കാൻ പറ്റൂല. ഹബീബ് ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും മുത്തിന്റെ ചാരത്ത് കൂടിയപ്പോ എന്നോട് പറഞ്ഞ ആയിഷ, അറാക്കിങ് എടുത്തുകൊണ്ട് വാ, ഞാനൊന്ന് മിസ്വാക്ക് ചെയ്യട്ടെ. ഞാനത് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ അത് വളരെ കട്ടിയുള്ളതായിരുന്നു. അതിനെ ഒന്ന് മിനുസപ്പെടുത്താൻ എന്റെ വാക്യകത്തിട്ടിട്ടൊന്ന് നനച്ചു തരൂ എന്ന് എന്നോട് എന്റെ മുത്ത് പറഞ്ഞത് എനിക്ക് മറക്കാൻ കഴിയില്ല സഹാബ. അതാരെന്നറിയുമോ? ലോകത്തിന്റെ തിരുദൂതരല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ. അപ്പൊ വാക്കുകൊണ്ടുള്ള വാചകസറത്തിന്റെ സ്നേഹം മാത്രമായിരുന്നില്ല. വഫാത്താകുന്ന സമയത്ത് സ്വന്തം ഭാര്യയുടെ ഉമിനീര് നനച്ചിട്ട് അറാക്ക് പല്ലിൽ വെക്കാൻ, ദന്തങ്ങളിൽ വെക്കാൻ മാണിക്യമുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വെറുതെ ഒരു പ്രകടനമായിരുന്നില്ല ആ സ്നേഹം, ഹൃദയമറിഞ്ഞ സ്നേഹമായിരുന്നു. അതുകൊണ്ട് ശരിക്ക് സംസാരിക്കണം. അതിനാദ്യം ചെയ്യാനുള്ളത് എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം ഭാര്യയും ഭർത്താവും.